നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ്. കാരണം എന്താ വെച്ചെന്നാൽ ലഗ്നാൽ 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യാധിപതി 4-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ദൈവാദിനം, ദീർഘായുർയോഗം മുതലായുള്ള ഗുണങ്ങൾ, നല്ല ഭാഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. സർവാഭിഷ്ട സ്ഥാനാധിപതിയായിരിക്കുന്ന ശനി ലഗ്നത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 7-ാം ഭാവത്തിൽ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്ന കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പ്രിയ കലഹങ്ങൾ, സൗന്ദര്യപ്പണക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള യോഗമുണ്ട്. എന്നാലും പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. കാരണം 7-ാം ഭാവാധിപതി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നിപുണായോഗം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും തന്ത്രപരമായ സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന സമയമാണ്. എന്ത് കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ 5-ാം ഭാവത്തിൽ യോഗകർത്താവായിട്ട് വ്യാഴത്തോട് ലഗ്നാധിപതിയോട് യോഗം ചെയ്താൽ നിൽക്കുന്നത്. ലഗ്നാധിപതിയുടെ ഉച്ച ബലവാനായിട്ട് നിൽക്കുകയും കൂടി ചെയ്യുന്നത് കാരണമുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാം. സാമ്പത്തികമായിട്ടിരിക്കുന്ന വർധനവ്, അതേപോലെ തന്നെ സ്ഥാനക്കയറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. പക്ഷേ 4-ാം ഭാവത്തിൽ ഭാഗ്യാധിപതി നിൽക്കുന്നത് കൊണ്ട് കുടുംബസംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും വീട് വിട്ട് നിൽക്കാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദേഷ്യമെടുത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാൽപാദത്തിന് വേദന ഉണ്ടാകുക, 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അനാവശ്യമായിട്ടുള്ള ചിലവ് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിനും ഇത്തിരി അലസത, മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം. അതായത് ജന്മശനിയാണ്. ഏഴശനിയിൽ ജന്മശനി എന്ന് പറയുമ്പോൾ ശനിദോഷത്തിൻ്റെതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിക്ക് പോലും ഫലം ചിലപ്പോൾ കിട്ടാതിരിക്കാനുള്ളൊരു അവസ്ഥ ആ ശനി ചെയ്യും. ആ ശനിദോഷത്തിന് പരിഹാരമാണ് നല്ല രീതിയിൽ ചെയ്യേണ്ടത്. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, എള്ള് പായസം, അതുപോലെ എള്ള് തിരി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കഴിയുന്നത് എല്ലാ ആഴ്ചയിലും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ശനി മാറുന്നത് വരെ, അല്ലെ ജന്മശനി മാറുന്നത് വരെയെങ്കിലും ശനി ക്ഷേത്രത്തിൽ ഈ പരിഹാരങ്ങൾ ചെയ്യാൻ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. അതായത് 12-ലെ രാഹു അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കുന്നതിനൊക്കെ, ചിലവ് വരാതിരിക്കാനൊക്കെ നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളും നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കും സാമ്പത്തിക വർധനവിനും യോഗമുള്ളൊരു മാസമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.